ഇന്ത്യൻ ഹോക്കി ഫെഡറേഷനെതിരെ തുറന്നടിച്ച് PR ശ്രീജേഷ്. അണ്ടർ-21 ടീമിന്റെ പരിശീലക കരാർ പുതുക്കാത്തതിലാണ് താരം രോഷം പ്രകടിപ്പിച്ചത്. തന്റെ കീഴിൽ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും വിദേശ പരിശീലകനെ നിയമിക്കാൻ തന്നെ പുറത്താക്കിയെന്നാണ് ആരോപണം. ഖിലാഫ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഖിലാഫ്, ശ്രീജേഷിന്റെ എക്സ്പോസ്റ്റിൽ ടീമിനൊപ്പം നേടിയ ഓരോ നേട്ടങ്ങളും എണ്ണി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ആരോപണങ്ങളായി ഉന്നയിക്കുന്നത്? സ്വാതി, നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇന്ത്യൻ ഹോക്കിയുടെ യശസ് ഉയർത്തിയ താരങ്ങളിൽ ഒരാളാണ് PR ശ്രീജേഷ്. ഒപ്പം തന്നെ 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ താരവും കൂടിയാണ് PR ശ്രീജേഷ്. കഴിഞ്ഞ തവണ 2024 പാരീസ് ഒളിമ്പിക്കിന് ശേഷം ഹോക്കിയിൽ നിന്ന് വിരമിച്ച അദ്ദേഹം പിന്നീട് പരിശീലകനായി വരികയായിരുന്നു. അണ്ടർ-21 ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ 5 ടൂർണമെന്റുകളാണ് പ്രധാനമായും ശ്രീജേഷും സംഘവും പങ്കെടുത്തത്. ഈ 5 ടൂർണമെന്റുകളിലും മികച്ച പ്രകടനം, 5 പോഡിയം 5 പോഡിയം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് ജൂനിയർ വേൾഡ് കപ്പിൽ വെങ്കല മെഡൽ നേടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ തന്നെ PR ശ്രീജേഷിന്റെ പരിശീലക കാലാവധി പുതുക്കും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനൊക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ശ്രീജേഷിന്റെ കരാർ പുതുക്കാതെ ഇരുന്നത്. ഇതിന് പിന്നാലെയാണ് ശ്രീജേഷിന്റെ ഒരു തുറന്നു പറച്ചിൽ വന്നത്. അതൊരു വൈകാരികമായിട്ടും അതേപോലെ തന്നെ വിമർശനവുമായിട്ടും നമുക്ക് വിശേഷിപ്പിക്കാം. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് തന്റെ നേട്ടങ്ങളാണ്. ഈ ഓരോ ടൂർണമെന്റുകളിലും കാഴ്ചവെച്ച പ്രകടനം താരം എടുത്തു പറയുന്നുണ്ട്. കൂടാതെ മൻസുഖ് മാണ്ഡവ്യ, അതായത് കേന്ദ്ര കായിക മന്ത്രിയായിരുന്ന മൻസുഖ് മാണ്ഡവ്യയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ മാർച്ചിൽ തന്റെ കീഴിൽ നടത്തിയ പ്രകടനത്തെ, തന്റെ ടീമിന്റെ പ്രകടനത്തെ വലിയ രീതിയിൽ അഭിനന്ദിക്കുകയും തന്നെ പോലുള്ള പരിശീലകരാണ് ഇന്ത്യൻ ഹോക്കിക്ക് ആവശ്യമെന്ന് പറഞ്ഞതായും PR ശ്രീജേഷ് എക്സ്പോസ്റ്റിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ താരം ആരോപിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് വിദേശ പരിശീലകരെ നിയമിക്കാൻ വേണ്ടി ഇന്ത്യൻ പരിശീലകനായ തന്നെ ഒഴിവാക്കി എന്നതാണ്. കൂടാതെ താരം പറയുന്നത് സീനിയർ തലം മുതൽ മറ്റ് ഹോക്കിയിലെ മറ്റ് അണ്ടർ-21, അണ്ടർ-18 അടക്കമുള്ള ടീമിൽ വിദേശ പരിശീലകരെ നിയമിക്കാനാണ് ഇന്ത്യൻ ഹോക്കി ശ്രമിക്കുന്നത്. കൂടാതെ തന്നെ പോലെയുള്ള ഇന്ത്യൻ പരിശീലകർക്ക് ഇന്ത്യൻ ഹോക്കിയെ വികസിപ്പിക്കാൻ സാധിക്കില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആരോപണം തന്നെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും തന്റെ കരിയർ